മൗദൂദി ഖണ്ഡനം ഒരിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഹാനായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ അവർകൾ ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം കേൾക്കാനിടയാകുന്നത്. ആ പ്രസംഗം കേൾക്കുമ്പോൾ ഇസ്ലാമും ജാഹിലിയത്തും എന്ന പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് മൗദൂദിസത്തെ ഖണ്ഡിച്ചുകൊണ്ടും മൗദൂദിയെ ഖണ്ഡിച്ചുകൊണ്ടും ഒക്കെ സംസാരിക്കുന്ന ആ പ്രസംഗം കേട്ടപ്പോൾ, പ്രസംഗം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട EK അവർകൾ അവരോട് പറഞ്ഞത് അവരിപ്പോഴും പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. അവർ പറയും, ഇന്നാലിന്ന ദിവസം പൂനൂരിൽ എനിക്കൊരു സംവാദമുണ്ട്, മൗദൂദികളുമായിട്ടുള്ള സംവാദമാണ്. KC അബ്ദുള്ള മൗലവി അടക്കമുള്ള മൗദൂദിസത്തിന്റെ അന്നത്തെ നേതാക്കന്മാരുമായി. ബഹുമാനപ്പെട്ട EK അവരുടെ ശിഷ്യൻ കൂടിയാണ് അന്ന് ബഹുമാനപ്പെട്ട KC അവർകൾ. എന്നാലും മൗദൂദിസത്തിന്റെ വലിയ അമീറായി ഒരുപാട് കാലം നീണ്ടു പ്രവർത്തിച്ചത് അദ്ദേഹമാണ്. മൗദൂദിസത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്ന ആളും അദ്ദേഹമാണ്. അങ്ങനെ അദ്ദേഹത്തോട് നടക്കുന്ന സംവാദത്തെയാണ് ബഹുമാനപ്പെട്ട EK അവர்கள் പറയുന്നത്, ഇന്ന ദിവസം പൂനൂരിൽ ഒരു സംവാദമുണ്ട്, ആ സംവാദത്തിന് വേണ്ടി നിങ്ങൾ വരണം. നിങ്ങൾ മൂപ്പര് നീ എന്നാ പറയാറ്, ഏതായാലും എങ്ങനെയാ സംസാരിച്ചത് നമുക്കറിയില്ല, ഏതായാലും വരണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ വായിച്ച പുസ്തകം കൊണ്ടുവരണം. ആ പുസ്തകത്തിൽ വായിച്ചത് പ്രത്യേകം അടയാളപ്പെടുത്തണം, എൻ്റെ പിന്നിൽ വന്നിരിക്കണം. ഞാൻ ആവശ്യപ്പെടുമ്പോൾ അത് നൽകുകയും വേണ്ടപ്പോൾ ഉപയോഗപ്പെടുത്താൻ വേണ്ട ഒത്താശകൾ ചെയ്യുകയും ചെയ്യണമെന്ന് ആ പ്രസംഗ സ്റ്റേജിൽ നിന്നും പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുകയും അതനുസരിച്ച് ബഹുമാനപ്പെട്ട ഈ സംവാദത്തിന്റെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്ത സംഭവം ശൈഖുൽ ഉലമാ അനുസ്മരിക്കാറുണ്ട്. നമ്മൾ അന്ന് ഓർക്കേണ്ടത്, മൗദൂദിസത്തിന്റെ ആരംഭകാലത്ത് അതിനെതിരുള്ള പ്രസംഗം ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അവർകൾ ആകർഷിക്കുകയും അദ്ദേഹത്തിന് ബോധിക്കുകയും അദ്ദേഹം സഹായം ആവശ്യപ്പെട്ട് അന്നത്തെ കാലത്ത് ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ ശൈഖുൽ ഉലമാ അവർകളോട് പ്രത്യേകം അങ്ങോട്ട് വരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യണമെങ്കിൽ എത്ര ആകർഷകമായിരിക്കണം ആ സംസാരം, എത്ര ഫലപ്രദമായിരിക്കണം അദ്ദേഹത്തിന്റെ അന്നത്തെ സംസാരം. തീർച്ചയായും ഇതാണ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന മഹത്തായ യോഗ്യത.